ഫാസ്റ്റ് ആൻഡ് ഈസി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഔഷധ കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കർക്കിടക കഞ്ഞി എന്നും പറയും. കർക്കിടക മാസത്തിൽ ശരീരബലം കുറയുകയും രോഗപ്രതിരോധ ശക്തി കുറയുകയും ദഹനം കുറയുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ രോഗം പിടിപെടാനുള്ള സാധ്യതയും കൂടുന്നു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മരുന്ന് കഞ്ഞി നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്നത്. മരുന്ന് കഞ്ഞിയുടെ കിറ്റ് നമുക്ക് ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ഇന്ത്യവരത്തിൻ്റെ ഔഷധക്കഞ്ഞി കിറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 30-ൽ പരം മരുന്നുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു 7 ദിവസമെങ്കിലും ഉപയോഗിക്കണം. ഇത് രാവിലെയോ രാത്രിയിലോ ഒരു നേരത്തെ ആഹാരമായിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ശർക്കര ചേർത്തും അല്ലാതെയുമാണ് ഉണ്ടാക്കുന്നത്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഈ ധാന്യങ്ങളെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്ത് കഴുകി ഒരു കുക്കറിലേക്ക് ഇടണം. അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം കഷായ ചൂർണവും പൊടിവകയും ചേർക്കണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യണം. ഇനി കുക്കർ തുറന്നിട്ട് വീണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത് 2 മണിക്കൂർ കുതിർന്നതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയിൽ ആവശ്യത്തിന് തേങ്ങാപ്പാലും ഉപ്പും ഇട്ട് ഒന്നുകൂടി ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ മരുന്ന് കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇനി ആദ്യം മാറ്റി വച്ചതിലേക്ക് ആവശ്യത്തിന് ശർക്കരയും തേങ്ങാപ്പാലും നെയ്യും ഒഴിച്ച് ചൂടാക്കി എടുക്കണം. ഇത് കുട്ടികൾക്ക് കൊടുത്താൽ ശരീരപുഷ്ടി ഉണ്ടാകും. മധുരം ഉള്ളതുകൊണ്ട് പായസം കുടിക്കുന്നത് പോലെ അവർ ഇത് കുടിക്കുകയും ചെയ്യും. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലോ ആട്ടിൻ പാലോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടവും കൂടി ചുട്ടെടുക്കാം. ഇത് നല്ലൊരു മരുന്ന് കഞ്ഞിയാണ്. ആവശ്യമുള്ളവർക്ക് ഈ നമ്പരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ അവർ കൊറിയറായും അയച്ചു കൊടുക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.